ഈ വർഷം തുടങ്ങിയത് തന്നെ ഇങ്ങനത്തെ ഒരു വാർത്ത കേട്ടുകൊണ്ടായിരുന്നു. ന്യൂ ഇയർ ആശംസകൾ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് യുവാവിനെ 24 തവണ കുത്തി പരിക്കേൽപ്പിച്ചു എന്നായിരുന്നു. അതിനുശേഷം ഇപ്പൊ വെറും 3 മാസമേ ആയിട്ടുള്ളൂ എങ്കിലും ഒരുപാട് കുറ്റകൃത്യങ്ങൾ, ഒരുപാട് കൊലപാതകങ്ങൾ, ഫൈറ്റ്, വയലൻസ് ഇതെല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരുന്നു. പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ നിന്നും ടീനേജറിൽ നിന്നും. അതിലെ ചില വാർത്തകളായിരുന്നു മകൻ അച്ഛനെ കൊന്നു, മകൻ അമ്മയെ കൊന്നു, 5 പേരെ കൊലപ്പെടുത്തി 23 വയസ്സുകാരൻ, അങ്ങനെ ഒരുപാട് വാർത്തകൾ. ഏറ്റവും അവസാനം ഈ വാർത്തയും. ഇങ്ങനെ ടീനേജേഴ്സും ചെറുപ്പക്കാരും ഒരുപാട് വയലന്റ് പ്രവർത്തികളിൽ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് ആൾക്കാർ പല അഭിപ്രായങ്ങൾ പറയാൻ തുടങ്ങി. ചില ആൾക്കാർ കേരളത്തെ തന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. ചിലവര് സോഷ്യൽ മീഡിയ ആണ് കാരണമെന്ന് പറഞ്ഞു. പിന്നീട് കുറെ ആൾക്കാര് മദ്യത്തിനും മയക്കുമരുന്നിനെയും കുറ്റപ്പെടുത്താൻ തുടങ്ങി. പിന്നെ ഒരു മെജോറിറ്റി ആൾക്കാര് സിനിമയെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ കുട്ടികളോട് പോലും ക്രൂരത കാണിക്കുന്ന മാർക്കോ എന്നുള്ള സിനിമയെ പറ്റി ആൾക്കാർ സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ചില ആൾക്കാരെ പറഞ്ഞു ഇത് വെറും സിനിമയല്ലേ, സിനിമ എങ്ങനെയാണ് ആൾക്കാരെ വയലന്റ് ആക്കുന്നത്, സിനിമ എങ്ങനെയാണ് ആൾക്കാരെ ക്രിമിനൽസ് ആക്കുന്നത് എന്ന് ചോദിക്കാനും തുടങ്ങി. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരവർ വിശ്വസിക്കുന്ന അഭിപ്രായങ്ങളിൽ ഉറച്ചു നിൽക്കുകയും അതിനെപ്പറ്റി സംസാരിക്കാനും തുടങ്ങി. എന്നാൽ ഇതിന്റെ സൈക്കോളജി വശം അല്ലെങ്കിൽ റിസർച്ചുകൾ, പഠനങ്ങൾ ഇതിനെപ്പറ്റി എന്താണ് പറയുന്നതെന്ന് അധികം ആൾക്കാരും സംസാരിച്ചില്ല. കൂടുതൽ ആൾക്കാരും അവരുടെ അഭിപ്രായങ്ങൾ മാത്രമാണ് സംസാരിച്ചത്. ശരിക്കും സിനിമയിൽ കാണിക്കുന്ന വയലൻസ് നമ്മളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ശരിക്കും സിനിമയിലെ വയലൻസ് ഒരാളെ ക്രിമിനൽ ആക്കി മാറ്റുന്നുണ്ടോ? ഈ വീഡിയോയിൽ നിന്നും ഉറപ്പായിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ ഒരിക്കലും എന്റെ അഭിപ്രായമല്ല പറയാൻ പോകുന്നത്. ഇതിനെപ്പറ്റി പഠനങ്ങൾ എന്താണ് പറയുന്നത്, സൈക്കോളജി ഇതിനെപ്പറ്റി എന്താണ് പറയുന്നത് എന്നുള്ളതാണ് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഇതിന്റെ ഡീപ്പർ ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നതിന് മുമ്പ് ഇപ്പോ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നത് ടീനേജേഴ്സും ചെറുപ്പക്കാരും ആയതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ബേസിക് ആയ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് കുട്ടികളെന്ന് ഉദ്ദേശിക്കുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ളവരെ എന്തുകൊണ്ടാണ് വയലന്റ് സിനിമകൾ കാണിക്കരുതെന്ന് പറയുന്നത്? സോ അതിന് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. കുട്ടികൾ എങ്ങനെയാണ് സാധാരണ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്? കുട്ടികൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത് അഡൽട്ട് ആയ അല്ലെങ്കിൽ മുതിർന്ന നമ്മൾ ഓരോരുത്തരെയും കണ്ടാണ്. കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ പാരന്റ്സിന്റെ സംസാര രീതി, പാരന്റ്സിന്റെ ആക്ഷൻസ്, അവരുടെ ബിഹേവിയർ ഇതെല്ലാം കുട്ടികൾ കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. കുട്ടികൾ പാരന്റ്സ് സംസാരിക്കുന്നത് പോലെ തന്നെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാർ സംസാരിക്കുന്നത് പോലെ കാണിക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവാം. കുട്ടികൾ പഠിക്കുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. ചില കാര്യങ്ങൾ കുട്ടികൾ പഠിക്കുന്നത് അവരപ്പം തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ചില കാര്യങ്ങൾ അവരവരുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കും. സാഹചര്യം അനുസരിച്ച് അത് അവർ ഉപയോഗിക്കുന്നതുമായിരിക്കാം. ചിലപ്പോൾ ഒരു പാരന്റിന് ദേഷ്യം വരുന്ന സമയത്ത് മതിലിൽ ഇടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഈ കുട്ടി ഇത് കാണുന്നുണ്ടാവും. ചിലപ്പോൾ ആ കുട്ടി അപ്പൊ തന്നെ ചെയ്യണമെന്നില്ല. പിന്നീട് എപ്പോഴെങ്കിലും കുട്ടിക്ക് ദേഷ്യം വരുന്ന സമയത്ത് അല്ലെങ്കിൽ വലുതായി കഴിയുമ്പോൾ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ മതിലിൽ ആ പാരന്റ് ചെയ്തതുപോലെ മതിലിൽ ഇടിക്കുന്നത് ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇതിനെയാണ് ലേറ്റന്റ് ലേണിംഗ് എന്ന് പറയുന്നത്. ഇവരുടെ ബ്രെയിനിൽ കാണുന്ന കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു സാഹചര്യമാകുമ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് വരാം. ഇനി ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഓരോ കൺക്ലൂഷനിലേക്കും പോകരുത്. ഇതിന്റെ പ്രധാനമായ കാര്യം അല്ലെങ്കിൽ സിനിമയാണോ കാരണം വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളതെല്ലാം ഞാൻ അവസാനം സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ദയവായി ഈ വീഡിയോ അവസാനം വരെ കാണുക. അതിന്റെ കൺക്ലൂഷൻ കേട്ടതിന് മാത്രം നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പാരന്റ്സിന്റെ പെരുമാറ്റം, അവരുടെ സംസാര രീതിയൊക്കെ കുട്ടികൾ കോപ്പി ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ തന്നെ അഗ്രഷൻ, വയലൻസ് ഇതും കുട്ടികൾ ഒബ്സർവ് ചെയ്ത് പഠിക്കാറുണ്ട്. ഇത് എക്സാക്ട്ലി ഒരു എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പേര് ബോബോഡോൾ എക്സ്പെരിമെന്റ് എന്നാണ്. ഇത് ചെയ്തത് ഫേമസ് സൈക്കോളജിസ്റ്റ് ആയ ആൽബർട്ട് ബന്ദൂര ആയിരുന്നു. ഈ എക്സ്പെരിമെന്റിൽ പ്രധാനമായിട്ടും ഇവർ യൂസ് ചെയ്തത് ഒരു ബോബോഡോൾ ആണ്. ഈ എക്സ്പെരിമെന്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് അഗ്രഷൻ അല്ലെങ്കിൽ വയലൻസ് പഠിച്ചെടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു. പുള്ളിക്കാരൻ ആക്ച്വലി കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചു. സോ ആദ്യത്തെ കുറച്ച് ഗ്രൂപ്പ് കുട്ടികളെ ഇവരൊരു വീഡിയോ കാണിച്ചു. ഞാൻ പറഞ്ഞല്ലോ ബോബോ ഡോൾ. അപ്പോ ഈ ബോബോ ഡോളിനെ ഒരു അഡൽട്ട് ആയ ഒരു മനുഷ്യൻ അതിനെ ഉപദ്രവിക്കുന്ന വീഡിയോ ആയിരുന്നു ഇവരെ കാണിച്ചത്. അതായത് അയാൾ ഈ ഡോളിനെ ഇടിക്കുന്നു, ചവിട്ടുന്നു, തെറി പറയുന്നു, അങ്ങനെ ആ ഡോളിനെ ഉപദ്രവിക്കുന്ന ഒരു വീഡിയോ ആദ്യത്തെ ഗ്രൂപ്പ് പിള്ളേരെ കാണിച്ചു. രണ്ടാമത്തെ ഗ്രൂപ്പ് കുട്ടികൾക്ക് ഈ ബോബോ ഡോളും ഉണ്ട്, അതിന്റെ കൂടെ വേറെ ടോയ്സും ഉള്ള ഒരു വീഡിയോ. അതില് ഈ അഡൽറ്റ് വന്നിട്ട് ബോബോ ഡോളിനെ അധികം മൈൻഡ് ചെയ്യാതെ ഈ ടോയ്സ് വെച്ച് പീസ്ഫുൾ ആയിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയും കുട്ടികളെ കാണിച്ചു. മൂന്നാമത്തെ ഗ്രൂപ്പ് കുട്ടികളെ
ഒരു വീഡിയോയും കാണിച്ചില്ല. എന്നിട്ട് ഓരോ കുട്ടികളെ ആയിട്ട് ഒരു റൂമിലേക്ക് കൊണ്ടുവന്നു. ഈ റൂമിനുള്ളിൽ ബോബോ ഡോളും വേറെ ടോയ്സും ഉണ്ടായിരുന്നു. വയലന്റ് ആയിട്ടുള്ള വീഡിയോസ് കണ്ട കുട്ടികൾ അവരെന്താണോ വീഡിയോയിൽ കണ്ടത് അതുപോലെ തന്നെ ആ ബോബോ ഡോളിനെ കണ്ടപ്പോൾ അതിനെ ചവിട്ടാനും ഇടിക്കാനും ചീത്ത പറയാനും തുടങ്ങി. അത് മാത്രമല്ല, അവർ ആ വീഡിയോയിൽ കാണാത്ത പുതിയ തരം വയലന്റ് ബിഹേവിയർ കൂടി കാണിച്ചു എന്നാണ് ഈ എക്സ്പെരിമെന്റ് പറയുന്നത്. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാര്, അതായത് പീസ്ഫുൾ ആയിട്ട് പ്രത്യേകിച്ച് വയലൻസ് ഒന്നും കാണാത്ത കുട്ടികൾ ഇതുപോലെ തന്നെ റൂമിലേക്ക് വരുന്നു, ബോബോ ഡോളിനെ കാണുന്നു, എന്നാൽ പോലും അവർ വേറെ ടോയ്സ് ഒക്കെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നു. അവര് പീസ്ഫുൾ ആയിട്ട് അവിടെ ഇരുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പ് ആൾക്കാര്, ഒന്നും കാണാത്ത കുട്ടികൾ, ഇവർ ആക്ച്വലി റാൻഡം ബിഹേവിയേഴ്സ് ആയിരുന്നു. ചില ആൾക്കാർ ചെറിയ ചെറിയ അഗ്രഷൻസ് കാണിച്ചിരുന്നു, ചില കുട്ടികൾ സമാധാനപരമായി അവിടെ ടോയ്സ് ആയിട്ട് കളിച്ചുകൊണ്ടിരുന്നു. ഈ എക്സ്പെരിമെന്റ് തെളിയിച്ച ഒരു കാര്യമാണ്, കുട്ടികൾ കാര്യങ്ങൾ പഠിക്കുന്നത് ഒബ്സർവ് ചെയ്തുകൊണ്ടാണ്. ആൻഡ് ഈ എക്സ്പെരിമെന്റിന്റെ പ്രധാന കാര്യം പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, അവർ കണ്ട കാര്യങ്ങൾ മാത്രമല്ല അവർ ചെയ്തത്, പുതിയ പുതിയ വഴികളിലൂടെ കൂടെ അവർ വയലൻസ് കാണിച്ചിരുന്നു എന്നാണ് ഈ എക്സ്പെരിമെന്റ് പഠിപ്പിച്ചത്. സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, കുട്ടികൾ എന്താണോ കാണുന്നത് അത് അവര് റിപ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവര് അനുകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്തേ, ആ ഡോളിന് പകരം അവിടെ യഥാർത്ഥ മനുഷ്യരെയാണ് കുട്ടികൾ കണ്ടിരുന്നെങ്കിൽ എന്തായിരിക്കും? അവരപ്പം തന്നെ അത് റിയാക്ട് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കുട്ടികൾ ബ്രെയിനിൽ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഒരു സാഹചര്യം വരുമ്പോൾ ചിലപ്പോൾ അത് പുറത്തേക്ക് വരാം. ഇതിനെ ലേറ്റന്റ് ലേണിംഗ് എന്നും പറയും. ഇനി വീഡിയോ കണ്ടതും ഒബ്സർവ് ചെയ്തതും മാത്രമാണ് എന്ന് വിചാരിക്കരുത്, അതിലും കൂടുതൽ കുറെ കാര്യങ്ങളുണ്ട്. അത് പറയുന്നതിന് മുമ്പ് വളരെ ഇമ്പോർട്ടന്റ് ആയ വേറൊരു കാര്യം പറയട്ടെ. കുട്ടികൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാണുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആക്ച്വലി ഒരു 25 വയസ്സ് വരെയൊന്നും നമ്മളുടെ ബ്രെയിന്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് അധികം ഡെവലപ്പ് ആകുന്നില്ല. ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയോ? ഈ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മളുടെ ലോജിക്കൽ തിങ്കിങ്, ഡിസിഷൻ മേക്കിംഗ്, അതായത് തീരുമാനമെടുക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മുടെ ചില പേഴ്സണാലിറ്റീസ്, നമ്മളുടെ സോഷ്യൽ സെറ്റിംഗ്, ഇപ്പോൾ പുറത്ത് ആൾക്കാരുടെ കൂടെയൊക്കെ നിൽക്കുമ്പോൾ എങ്ങനെ പെരുമാറണം, ഇമോഷൻസ് എങ്ങനെ കൺട്രോൾ ചെയ്യണം, ഇമ്പൾസ് കൺട്രോൾ, സെൽഫ് കൺട്രോൾ, എംപതി, ഓരോ കാര്യങ്ങളും പ്ലാൻ ചെയ്യാനും മനസ്സിലാക്കാനുള്ള കഴിവെല്ലാം തരുന്ന ബ്രെയിന്റെ ഒരു ഭാഗമാണ് പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. ആൻഡ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വളരുന്നത് ഒരു 20-25 വയസ്സൊക്കെ ആകുമ്പോഴാണ്. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, കേൾക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ ഡിസിഷൻ മേക്കിങ്ങിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഒരുപാട് വയലന്റ് മൂവീസ് അല്ലെങ്കിൽ വയലന്റ് ആയ കാര്യങ്ങൾ കാണുകയാണെങ്കിൽ അവരുടെ ചിന്താഗതിയിൽ ആ മാറ്റം വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ടീനേജേഴ്സിനെയൊക്കെ ഒബ്സർവ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും, ടീനേജേഴ്സ് കൂടുതൽ ആൾക്കാരും എടുത്തുചാട്ടത്തിന്റെ ഒരു പ്രായം എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഇമോഷൻസ് ഒക്കെ അതേപടി അപ്പം തന്നെ എക്സ്പ്രസ് ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് തോന്നിയ കാര്യങ്ങൾ അവർ അപ്പം തന്നെ ചെയ്യും. പ്രത്യേകിച്ച് അധികം ലോജിക്കായിട്ട് ചിന്തിക്കാതെ അപ്പം തോന്നുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ് ടീനേജേഴ്സ് നമ്മൾ പറയും. ഇതിന് ഒരു കാരണം ഇതാണ്, കാരണം അവരുടെ ബ്രെയിൻ കംപ്ലീറ്റ്ലി ഡെവലപ്പായി വരുന്നേ ഉള്ളൂ. ആ സമയത്ത് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ അത് അവരെ ലൈഫ് ലോങ് എഫക്റ്റ് ചെയ്യാം. ആ സമയത്ത് അവർ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അവരുടെ ബ്രെയിനിൽ സ്റ്റോർ ആകുന്നുണ്ട്. ഇനി ഞാൻ പറഞ്ഞു വരുമ്പോൾ ചിലപ്പോൾ ഞാൻ സിനിമയെ മൊത്തം കുറ്റപ്പെടുത്തുന്ന ഫീൽ നിങ്ങൾക്കുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഈ വീഡിയോ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ മുഴുവനായി കാണണം. എന്താണ് ഇതിന്റെ യഥാർത്ഥ കാരണമെന്ന് ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ അതിനു മുമ്പ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. വളരെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വേറൊരു കാര്യമുണ്ട്. അതിനെ സൈക്കോളജിയിൽ ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയും. നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവാം, കുറെ ആൾക്കാരും പറയുന്നത് സിനിമ മദ്യത്തെയും മയക്കുമരുന്നിനെയും കുറ്റകൃത്യങ്ങളെയൊക്കെ ഭയങ്കര നോർമലൈസ് ചെയ്യുന്നു എന്നുള്ളത്. ഇത് സത്യമാണോ? ഇത് ഒരു തരത്തില് സത്യം തന്നെയാണ്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് നമ്മൾ കൂളായിട്ട് ഫ്രണ്ട്സിനെ വിളിക്കുന്ന ചില വാക്കുകൾ ഒരു 15-20 വർഷം മുമ്പ് അത് ശരിക്കും വളരെ ചീത്ത വാക്കുകളായിരുന്നു, അല്ലെങ്കിൽ തെറി ആയിരുന്നു. പക്ഷെ ഇന്ന് ചിലപ്പോൾ നമ്മൾ ആ വാക്കുകൾ ഫ്രണ്ട്സിനെ വിളിക്കാൻ നമ്മൾ ഉപയോഗിക്കും, അല്ലെങ്കിൽ നമ്മൾ വളരെ നോർമലായിട്ട് ഉപയോഗിക്കും. പക്ഷെ അത് കേൾക്കുമ്പോൾ നമുക്കത് ചീത്ത വാക്കാണെന്നോ അല്ലെങ്കിൽ അത് ഭയങ്കര കൊള്ളില്ലാത്ത വാക്കാണ്, പബ്ലിക്കലി യൂസ് ചെയ്യാൻ പാടില്ലാത്ത വാക്കാണെന്ന് നമുക്ക് തോന്നില്ല. കാരണം നമുക്ക് ആ വാക്ക് കേട്ട് ആക്ച്വലി ശീലമായി. ഇപ്പോൾ അത് വളരെ നോർമലായി. ഇതിന് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു രീതിയിൽ ഞാനൊരു കാര്യം പറയട്ടെ, എന്നിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് നിങ്ങൾ ഇപ്പോ വീട് മാറി ഒരു ട്രാഫിക് ഉള്ള ഏരിയയിലേക്ക് വീട് മാറി താമസിച്ചു എന്ന് വിചാരിക്കുക. അവിടെ എപ്പോഴും വണ്ടികളുടെ സൗണ്ട് ആണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ആ വീട് മാറി താമസിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ രാത്രി ഉറങ്ങാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ സൗണ്ട് കാരണം നിങ്ങളുടെ ഉറക്കത്തെ എഫക്റ്റ് ചെയ്യുമായിരിക്കും.
ഒരാഴ്ച 2 ആഴ്ച കുറച്ച് കഴിയുമ്പോൾ പതുക്കെ പതുക്കെ നിങ്ങൾ ഈ വണ്ടിയുടെ സൗണ്ട് പോലും അറിയില്ല. നിങ്ങൾ അതായിട്ട് ശീലിക്കാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ ബ്രെയിൻ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ പിന്നെ നോയ്സി ഏരിയ നിങ്ങളുടെ ഉറക്കത്തിന് അഫക്റ്റ് ചെയ്യില്ല. നിങ്ങൾ ആദ്യം മാറി താമസിക്കുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ദിവസം നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് നമ്മളുടെ ബ്രെയിൻ അത് അഡാപ്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണുമ്പോഴും. വയലന്റ് മൂവീസ് റെഗുലർ ആയിട്ട് കാണുമ്പോൾ നമ്മളുടെ ബ്രെയിൻ അത് അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആദ്യം ചിലപ്പോൾ ഒരു വയലന്റ് സീൻ കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ആ ഒരു ഷോക്കിലായിരിക്കും, എന്താണിത് എന്ന് നമ്മൾ ചിന്തിക്കും. പിന്നെയും നമ്മൾ വയലന്റ് മൂവീസ് കാണുകയാണെങ്കിൽ പതുക്കെ പതുക്കെ നമ്മളുടെ ബ്രെയിൻ ആദ്യം നമുക്കുണ്ടായ ഷോക്ക് പിന്നീട് ഉണ്ടാവില്ല. പിന്നീട് പതുക്കെ അത് നമുക്ക് നോർമലായി മാറും. പക്ഷെ അതിനർത്ഥം വയലന്റ് മൂവീസ് കാണുന്ന എല്ലാവരും കുറ്റകൃത്യം ചെയ്യുന്നവരാണ് എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഒരുപാട് കുറ്റകൃത്യങ്ങൾ ഉണ്ടായേനെ. അങ്ങനെയാണെങ്കിൽ മാർക്കോ എന്നുള്ള സിനിമ കണ്ട എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുമായിരുന്നു, അല്ലെ? അപ്പോ സിനിമയാണോ പ്രശ്നം എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുത്തരം പറയുന്നതിന് മുമ്പ് സിനിമ മദ്യപാനം, മയക്കുമരുന്ന്, വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനൊരു തരത്തിൽ ഉത്തരം അതെ എന്ന് തന്നെയാണ്. ഒട്ടുമിക്ക സിനിമകളിലും ഹീറോയിസം കാണിക്കുന്നത് വയലൻസ് കാണിച്ചുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കമ്പനി അടിക്കണം, ഹാപ്പി ലൈഫ് എന്ന് പലപ്പോഴും കാണിക്കുന്നത് മദ്യപാനവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതുകൊണ്ടായിരിക്കും. ഇത് പലതവണ കണ്ടു വരുമ്പോൾ നമ്മളുടെ ബ്രെയിന് അത് നോർമലായി തോന്നും. നമ്മളുടെ ബ്രെയിന് ഹീറോയിസം എന്നുള്ളത് അല്ലെങ്കിൽ ആൾക്കാരുടെ മുമ്പിൽ ആളാകണമെങ്കിൽ ചില അടിയും ഇടിയും വയലൻസ് ഒക്കെ വേണം എന്ന് ചിന്തിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ ഹാപ്പി കൂൾ ലൈഫ് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മദ്യവും മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുന്നതാണ് എന്ന് നമ്മൾ പതുക്കെ നമ്മളുടെ ബ്രെയിൻ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും. ഹീറോയിസത്തെ പറ്റി പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമയാണ്. അതിൽ കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഓഫീസർ എന്നുള്ള കഥാപാത്രം കുറച്ച് ടഫാണ്, സ്ട്രിക്റ്റ് ആണെന്ന് കാണിക്കാൻ വേണ്ടി അതിലൊരു സീൻ ഉണ്ട്. തുടക്കത്തിൽ തന്നെ ഒരു സ്ത്രീ സാറേ ഞാൻ ഗർഭിണിയാണെന്ന് പറയുമ്പോൾ ആ സ്ത്രീയുടെ അടിവയറ്റിൽ ചവിട്ടുന്ന ഒരു സീൻ ഉണ്ട്. അതൊരു ഹീറോയിസത്തിന്റെ സിമ്പിളായിട്ട് കാണിക്കുന്ന ഒരു സീൻ കൂടിയാണ്. ഇതും നമ്മൾ കണ്ട് നമ്മളുടെ മനസ്സിലേക്ക് നോർമലായിട്ട് വരും എന്നുള്ളതാണ്. ആ സിനിമയിൽ തന്നെ അഭിനയിച്ച വിശാഖ് നായർ ആക്ച്വലി മയക്കുമരുന്നിന്റെയും മദ്യപാനത്തിന്റെയും ദുരുപയോഗത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്. പല സിനിമകളും അവയുടെ ഉപയോഗം ഗ്ലോറിഫൈ ചെയ്ത് കാണിക്കുന്നത് ആൾക്കാരെ സ്വാധീനിക്കുന്നു എന്നാണ് ഈ നടൻ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിന്റെ യഥാർത്ഥ കാര്യത്തിലേക്ക് വരാം. സിനിമ അലോൺ ഡസൻ ക്രിയേറ്റ് ക്രിമിനൽസ്. സിനിമ മാത്രം ഒരിക്കലും ക്രിമിനൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഉറപ്പായിട്ടും സിനിമ നമ്മളുടെ ചിന്താഗതിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞു വന്നത്. പല സിനിമകളും കണ്ടുവരുമ്പോൾ നമ്മൾ കണ്ട് അത് നോർമലൈസ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ സിനിമ മാത്രം ഒരിക്കലും ക്രിമിനൽസിനെ ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമ്മൾ പണ്ട് മുതലേ കേട്ട ഒരു കാര്യമായിരിക്കും, ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ ഇങ്ങനെ പറയും, അവനൊരു അടി കിട്ടാത്തതിന്റെ കുറവാണ്, നല്ല അടി കിട്ടിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അവന് എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവാം. കൾച്ചറലി തന്നെ ഇങ്ങനെയുള്ള സംസാരം വഴി തന്നെ നമ്മൾ ആക്ച്വലി വയലൻസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇത് മാത്രമല്ല സംഭവം, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോർമൽ ടോക്കിൽ അല്ലെങ്കിൽ കൾച്ചറലി തന്നെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സിനിമ ആക്ച്വലി വെറും ഒരു ട്രിഗർ മാത്രമാണ്. സിനിമ കണ്ടതുകൊണ്ട് ആൾക്കാർ വയലന്റ് ആകും അല്ലെങ്കിൽ ക്രിമിനൽ ആകും എന്നല്ല, നേരെ മറിച്ച് അതിനേക്കാൾ ഡീപ്പായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതാണ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് എവിടെ നിന്നാണ് തുടങ്ങുന്നതെന്ന് ചോദിച്ചാൽ അത് തുടങ്ങുന്നത് ചൈൽഡ്ഹുഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ചെറുപ്പകാലത്തിൽ നിന്നാണ്. ഒരു കുട്ടി ചിന്തിക്കാൻ പഠിക്കുന്നത് വളരെ ചെറുതായിരിക്കുന്ന സമയത്ത് നിന്നാണ്. ആ ചെറുപ്രായത്തിൽ കുട്ടിയുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നു അതിനടിസ്ഥാനമായിരിക്കും ആ കുട്ടി ക്രിമിനൽ ആകോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. കാരണം ഒരുപാട് ആൾക്കാർ വയലന്റ് സിനിമകൾ കാണുന്നുണ്ട്, പക്ഷെ എല്ലാവരും ക്രിമിനൽസ് ആവുന്നില്ല. ഇനി ഞാൻ വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. ചിലപ്പോൾ ഈ ചോദ്യം കേൾക്കുന്നത് പോലും നിങ്ങൾക്ക് ഇഷ്ടമാകണമെന്നില്ല, എന്നാൽ പോലും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്. പല ആൾക്കാരും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യമാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞു കുട്ടിക്കാലം വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന്. നമ്മളുടെ കേരളത്തില് എത്ര ഫാമിലീസ് ഉണ്ട് വീട്ടില് പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉള്ള? നമ്മളുടെ നാട്ടില് എത്ര പാരന്റ്സ് ഉണ്ട് കുട്ടികളെ ജെന്യുവൻ ആയിട്ട് മനസ്സിലാക്കുന്നത്? അതായത് കുട്ടികൾ എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഈവൻ ടീനേജേഴ്സ്, കുട്ടികൾക്കുണ്ടാവുന്ന സ്ട്രെസ്, അവർക്കുണ്ടാവുന്ന കൺഫ്യൂഷൻ, അത് മാത്രമല്ല ടീനേജേഴ്സ് ആയ കുട്ടികൾക്കുണ്ടാവുന്ന അട്രാക്ഷൻ അല്ലെങ്കിൽ ഹാർട്ട് ബ്രേക്ക്, ഇതൊക്കെ അവരെ കുറ്റപ്പെടുത്താതെ അവരിരുന്ന് കേൾക്കുന്ന
അവരെ ആശ്വസിപ്പിക്കുന്ന, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എത്ര പാരന്റ്സ് നമ്മുടെ നാട്ടിലുണ്ട്? എല്ലാ പാരന്റ്സിനെയും ഞാനിവിടെ കുറ്റപ്പെടുത്തുന്നതല്ല, പക്ഷെ പലപ്പോഴും പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടേതായ രീതിയിൽ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കും, അവരുടേതായ ഇഷ്ടപ്രകാരം കുട്ടികളെ വളർത്താൻ നോക്കും. അതുപോലെ തന്നെ കുട്ടികൾ പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോൾ കുട്ടികളെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുക എന്നല്ലാതെ അവർക്ക് ശരിക്കും അവരെ ഒരാൾ കേട്ടു എന്നുള്ള ഫീൽ അവർക്ക് ഉണ്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. പല ക്രിമിനൽസ് ആയ ആൾക്കാരുടെയും ബാക്ക്ഗ്രൗണ്ട്സ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് വളരെ മോശമായിരുന്നു എന്ന്. ഒരുപാട് ആൾക്കാരുടെയും പ്രശ്നം എന്താണെന്നറിയോ? ആർക്കും എന്നെ മനസ്സിലാകുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവുന്ന പ്രശ്നം അത് തന്നെയാണ്, എന്നെ ആർക്കും മനസ്സിലാവില്ല എന്ന്. നമ്മളൊരു പ്രശ്നമായിട്ട് വേറൊരാളോട് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ പറയുന്നത് സാരമില്ല, അത് വിട്ടേക്ക്, കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയൊരു കാര്യമല്ലേ, ഇതിനെപ്പറ്റിയൊക്കെ നീ എന്തിനാ ചിന്തിക്കുന്നേ. ഇതല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടുകാരോടാണ് നമ്മളൊരു വിഷമം പ്രശ്നം പറയുന്നതെങ്കിൽ ചിലപ്പോൾ വീട്ടുകാര് കൂടുതലും റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. ഇതെല്ലാം പ്രശ്നമാണ്. ഇങ്ങനെ ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ള ഫീൽ ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ഒരാളുടെ പ്രശ്നം വിഷമത്തെ നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞ് ലഘൂകരിക്കുമ്പോൾ അവർ ചിലപ്പോൾ ഇതെല്ലാം മനസ്സിനുള്ളിൽ ഒതുക്കി വെക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെ വരുമ്പോഴാണ് പല ആൾക്കാരും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് പല ആൾക്കാരും അത് ദേഷ്യമായും വയലൻസായും പുറത്ത് കാണിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ആക്ച്വലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര പേർ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ മെന്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെന്റൽ ഹെൽത്ത് എന്ന് ഞാൻ പറയുമ്പോൾ മെന്റൽ ഡിസോർഡർ എന്ന് ചിന്തിക്കരുത്. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ പല ആൾക്കാരും അത് മാനസിക രോഗം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. മെന്റൽ ഹെൽത്ത് എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ മനസ്സമാധാനം, അല്ലെങ്കിൽ നമ്മൾക്ക് നമ്മളായി ജീവിക്കാൻ പറ്റുന്ന ഒരു കാര്യം. നാട്ടുകാരെന്ത് പറയും എന്ന് ചിന്തിക്കാതെ ഒരാളുടെ ഫീലിംഗ് എന്താണോ അത് മനസ്സിലാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് അവരുടെ കൂടെ നിന്ന് അവരെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ആക്ച്വലി നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷെ എത്ര പാരന്റ്സ് അതിന് റെഡിയാണെന്ന്? ഒരുപാട് പാരന്റ്സ് ആക്ച്വലി മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്. പക്ഷെ എത്ര പാരന്റ്സ് ആ കുട്ടികളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്? ആ കുട്ടികളുടെ ആവശ്യം, കുട്ടികളുടെ ഇമോഷൻസ് ഈ പാരന്റ്സ് റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ? അത് ചെയ്യുന്നില്ലെങ്കിൽ കുട്ടികൾ എങ്ങനെയാണ് റെസ്പെക്ട് പഠിക്കുക? മുതിർന്നവരെ മാത്രമല്ല നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ടത്, എല്ലാ മനുഷ്യരെയും നമ്മൾ റെസ്പെക്ട് ചെയ്യണം. പല മുതിർന്ന ആൾക്കാരും അവരിൽ പ്രായത്തിൽ താഴ്ന്ന ആൾക്കാരോട് ദേഷ്യപ്പെട്ട് റെസ്പെക്ട് ഇല്ലാതെ പലപ്പോഴും സംസാരിക്കാറുണ്ട്. ഇതുവഴി നമ്മൾ സമൂഹത്തെ പഠിപ്പിക്കുന്നത് തന്നെ വേറെ ആൾക്കാരെ നമ്മൾ റെസ്പെക്ട് ചെയ്യരുതെന്നാണ്. വാക്കുകൊണ്ട് പഠിപ്പിച്ചാൽ പോരാ, പ്രവൃത്തി കൊണ്ട് നമ്മൾ പഠിപ്പിക്കണം. എല്ലാ മനുഷ്യരും റെസ്പെക്ട് അർഹിക്കുന്നുണ്ട്, അത് ഈവൻ ഒരു ചെറിയ ജനിച്ച കുട്ടിയാണെങ്കിൽ പോലും. ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഇങ്ങനെയാണ് നമ്മൾ റെസ്പെക്ട് പഠിക്കുന്നത് ആക്ച്വലി. അതുകൊണ്ട് ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ ആവശ്യം പോലും നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു പുതിയ തലമുറയെ വാർത്തെടുക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറും സിനിമ ബാൻ ചെയ്തതുകൊണ്ടൊന്നും ഒരിക്കലും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. നമുക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെ അവരായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരുപാട് രീതിയിൽ സൊസൈറ്റി ഓൾറെഡി ചെറുപ്പക്കാരെയും പ്രത്യേകിച്ച് ആൺകുട്ടികളെയും ഒരുപാട് രീതിയിൽ പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ജോലിയില്ലായ്മ, അല്ലെങ്കിൽ ലൈഫിലുണ്ടാവുന്ന സ്ട്രെസ്, കല്യാണം കഴിച്ചില്ല എന്നുള്ള ചോദ്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ ചോദ്യങ്ങളായി ഒരുപാട് പേരെ വിയർപ്പ് മുട്ടിക്കുന്നുണ്ട്. ഇതുപോലെയുള്ള ക്ലീശേ ചോദ്യങ്ങളെല്ലാം മാറ്റിവെച്ച് അവരുടെ പ്രശ്നം എന്താണോ അത് ശരിക്കും കേട്ട് അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ കുറേ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇതുപോലെയുള്ള ക്രൈംസ് ഒരുപാട് കുറയ്ക്കണമെങ്കിൽ നമ്മൾക്ക് ആക്ച്വലി വേണ്ടത് സ്ട്രോങ്ങർ ഫാമിലീസ് ആണ്. അതായത് പാരൻസിന് കുട്ടികളെ അവരുടെ രീതിയിൽ മനസ്സിലാക്കാനുള്ള കഴിവും ഒരു സമാധാനപരമായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുമാണ്. അതുപോലെ ഇമോഷണൽ സപ്പോർട്ടും ഇമോഷണൽ എഡ്യൂക്കേഷനുമാണ്. ആൾക്കാരെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതിന്റെ കൂടെ ഓരോ കുട്ടിയെയും, അത് ടീച്ചേഴ്സ് ആയിക്കോട്ടെ, പാരന്റ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കൊള്ളട്ടെ, റെസ്പെക്ട് ചെയ്യാൻ നമ്മളും പഠിക്കുക, നമ്മൾ ആ റെസ്പെക്ട് കാണിക്കുക എന്നുള്ളതും നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഓരോ കാലത്തിനും അനുസരിച്ച് ചിന്താഗതികളിൽ ആൾക്കാർക്ക് മാറ്റം വരും. പാരന്റ്സ് വരുന്നത് വേറൊരു ജനറേഷനിൽ നിന്നാകുമ്പോഴും കുട്ടികൾ അടുത്ത തലമുറയിൽ നിന്നാണ് വരുന്നത്. അവരുടേതായ രീതിയിൽ നമ്മൾ അവരെ മനസ്സിലാക്കാൻ ശ്രമിച്ച് അവരുടെ കൂടെ നിന്ന് അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർ ശ്രദ്ധിക്കും. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വളരെ പാടായിരിക്കും. സോഷ്യൽ മീഡിയയും സിനിമയും ഒരുപാട് പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും മൊത്തത്തില് സിനിമയല്ല കാരണം. സിനിമ വെറും ഒരു ട്രിഗർ മാത്രമാണ്. ഇവിടെ ചോദ്യം ഇതാണ്,
സിനിമയാണോ നമ്മുടെ സമൂഹത്തെ വാർത്തെടുക്കുന്നത്, അതോ നമ്മളുടെ സമൂഹത്തിലുണ്ടായ മാറ്റമാണോ ഇങ്ങനെയുള്ള സിനിമകൾ ഉണ്ടാക്കുന്നത്?